അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇസ്ലാമിക ലോകത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതനാണ് ഇമാം ഗസാലി ഇമാം. വിജ്ഞാന സമ്പത്തിന് തൻ്റെ ജീവിതം മുഴുവനും ചെലവഴിച്ച മഹാൻ അവറുകൾ ഇസ്ലാമിൻ്റെ തന്നെ തത്വചിന്തയെയും വിജ്ഞാന കൗതുകത്തെയും നശിപ്പിച്ചു എന്ന ഒരു നരേഷൻ പല നിലക്കും ഉണ്ടായിട്ടുണ്ട്. തത്വചിന്തകയുടെ അന്തകനെന്നും അതിലൂടെ ഇസ്ലാമിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന റീസൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചരിത്രം അതിൽ അവസാനിച്ചു എന്നുള്ള ഒരു നരേഷൻ പല നിലക്കും ഹിസ്റ്ററിയുടെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഫ്രാങ്ക് ഗ്രിഫൽ എന്ന ജർമ്മൻ സ്കോളർ തൻ്റെ അൽ ഗസാലീസ് ഫിലോസഫിക്കൽ തിയോളജി എന്ന പുസ്തകവും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൽ ഗസാലി ആൻഡ് അവറോസ് ഇബ്നു റുഷ്ദിനെയും ഗസാലി ഇമാമിൻ്റെയും ബന്ധത്തെ പറ്റിയുള്ള ആർട്ടിക്കിളുകൾ. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഗസാലി ഇമാം ഒരു ആൻറ്റി റാഷണൽ ആയിരുന്നുവോ അല്ലെങ്കിൽ ആൻറ്റി ഫിലോസഫർ ആയിരുന്നോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീസിസാണ് നാം ഈ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗസാലി ഇമാം ഫിലോസഫിയുടെ ഒരു ഡിസ്ട്രോയർ, അന്തകൻ എന്നതിനേക്കാൾ അപ്പുറം ഫിലോസഫിയെ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിൻ്റെ മണ്ഡലത്തിലേക്ക് നാച്ചുറലൈസ് ചെയ്ത വ്യക്തിത്വമായിരുന്നു എന്ന ഒരു കണ്ടുപിടുത്തം, ഒരു പുനർവായനയാണ് ഇദ്ദേഹം ഗ്രിഫൽ നമുക്ക് മുന്നിൽ ഇട്ടുതരുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഗസാലി ഇമാമിൻ്റെ തന്നെ പല കിതാബുകളും അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിലൂടെ വന്ന പല തെറ്റിദ്ധാരണകൾ അവയെ അഡ്രസ്സ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പഠനം മുന്നോട്ട് പോകുന്നത് ഗസാലി ഇമാമിൻ്റെ തന്നെ തഹാഫുത്തുൽ ഫലാസിഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, മറ്റു ലെറ്ററുകൾ, അവയിലൂടെയെല്ലാം സഞ്ചരിച്ചു കൊണ്ടുള്ള ഒരു വിശകലനമാണ്, ആ നരേഷനെ പൊളിക്കുക എന്നുള്ള ഒരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം, ഒരു ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ പ്രോബ്ലം ഇവിടെ കടന്നു വരുന്നുണ്ട്. പ്രധാനമായും വെസ്റ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയിൽ ഗസാലി ഇമാം വന്നിട്ടുള്ളത് ഒരു യുദ്ധം നയിച്ച വാർ അഗെയിൻസ്റ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. അതോടൊപ്പം അവസാന കൂപ്പ് ഡി ഗ്രേസ് എന്ന് ഗോൾസെയർ മുന്നോട്ട് വെക്കുമ്പോൾ ഏണസ്റ്റ് റനൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹം റാഷണൽ ഇൻക്വയറിക്കെതിരെ ഒരു യുദ്ധം തന്നെ പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. ഇതേ രീതിയിൽ മറ്റു സ്കോളേഴ്സുകളെല്ലാം, ജെ ബോറിനെ പോലെയുള്ള ആളുകളെല്ലാം ഹിസ്റ്ററി ഇബ്നു റുഷ്ദിലൂടെ അവസാനിച്ചു എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ റനൻ എന്ന് പറയുന്ന സ്കോളർ തന്നെ ഗസാലി ഇമാമിൻ്റെ ആ ഒരു ശൈലി, വൈജ്ഞാനിക മണ്ഡലം അതിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പിന്നീട് ഗസാലി ഇമാമിൻ്റെ ജീവിതത്തിൽ വന്ന സൂഫി മിസ്റ്റിക് ലൈഫും ആ ഒരു ക്രൈസിസും എല്ലാം സംബന്ധിച്ച് പറയുന്നത് ഗസാലി ഇമാം പിന്നീട് തൻ്റെ ആ റാഷണൽ ജീവിതത്തിൽ നിന്നും മാറി മറ്റൊരു ഗസാലി ആയി എന്നെല്ലാമാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു നരേഷൻ അത് വന്നതിൻ്റെ ആ ഒരു കെടുപ്പ് ഈ ഗ്രിഫൽ തൻ്റെ വർക്കിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ശരിക്കും ഈ ഒരു നരേഷൻ വരാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് സ്വാഭാവികമാണ്. എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് ഗസാലി ഇമാം ഒരു കോണ്ടസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിന് നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് ഗസാലി ഇമാമിൻ്റെ തന്നെ കിതാബായിട്ടുള്ള തഹാഫുത്തുൽ ഫലാസിഫ. അപ്പോൾ ഈ ഒരു ആ ഹെഡിങ് തന്നെ നമുക്ക് കാണും, ഒരു ഫൽസഫയെ പൊളിക്കുന്ന രീതിയിലേക്ക് ഫിലോസഫിക്കൽ ഒരു എതിരെയുള്ള ഒരു ഗ്രന്ഥമായിട്ടെല്ലാം ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇബ്നു റുഷ്ദ് തൻ്റെ തഹാഫുത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെയും ഒരു ഫിലോസഫി വേഴ്സസ് റീസൺ എന്ന നിലയിൽ, ഫിലോസഫി വേഴ്സസ് റിലീജിയൻ എന്ന നിലയിൽ ആ ഒരു ഡിബേറ്റിനെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഗോൾഡൻ ഏജ് ഡിക്ലൈൻ നറേറ്റീവ് എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വെസ്റ്റിൻ്റെ പല ഹിസ്റ്റോറിയൻസും അവർ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റുകളുടെ ഒരു ക്രിയേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ്, ഏതൊരു സിവിലൈസേഷൻ ആണെങ്കിലും അവർ ആദ്യം ഒരു ഗോൾഡൻ ഏജ്, ഒരു സമ്പുഷ്ടിയുടെ ഒരു കാലഘട്ടം ഉണ്ടാകും.
അതിനുശേഷം പിന്നീട് അതിൻ്റെ ഒരു ശോഷണം എന്ന ഒരു വളരെ സിംപ്ലിസ്റ്റിക്കായി, ഇപ്പോൾ ഗ്രിഫൽ തന്നെ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത് ഇതൊരു സിംപ്ലിസ്റ്റിക് നറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഗസാലി ഇമാമിലൂടെ അല്ലെങ്കിൽ ഗസാലി ഇമാമിൻ്റെ ഒരു വരവോടുകൂടി ആ റീസൻ്റെ ഒരു അന്തിമം ഒരു ഘട്ടമായിരുന്നു എന്ന് പല ഓറിയൻ്റലിസ്റ്റുകളും മുദ്രകുത്താനും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഗ്രിഫൽ ഇതിനെല്ലാം കാണുന്നത്, ഇപ്പോൾ ഈ ഒരു ക്രിറ്റിക്ക് ഇങ്ങനെ ഒരു വിഷയത്തെ ഗ്രിഫൽ സമീപിക്കുന്നത് പ്രധാനമായും ഈ ഒരു തഹാഫുത്തുൽ ഫലാസിഫ എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഗസാലി ഇമാമിൻ്റെ തന്നെ ഗ്രന്ഥം, ആ കിതാബിനെ യഥാവിധി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാനാകുമെന്നുള്ള ഒരു ഗവേഷണമാണ്. അതോടൊപ്പം തന്നെ ഗസാലി ഇമാമിൻ്റെ ഓട്ടോബയോഗ്രഫി അൽ മുൻകിദ് മിനൽ ദലാലിനെ എല്ലാം മറ്റു രീതിയിലേക്ക് ആലോചനയും വായനയും നടത്തിക്കൊണ്ട് ഗസാലി ഇമാമിലൂടെ അവസാനിക്കുകയല്ല ഫിലോസഫി, മറിച്ച് പുതിയ രീതിയിലേക്ക് ഇസ്ലാമിൻ്റെ കലാമിലേക്കും ഹിക്മയിലേക്കും അതിനെ പോലെയുള്ള ശാഖയിലേക്ക് ഇസ്ലാമിൽ ആ ഒരു റീസൻ്റെ സ്ഥാനമുണ്ടായി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗവേഷണം, ഒരു പഠനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗസാലി ഇമാമിൻ്റെ തഹാഫുത്തുൽ ഫലാസിഫ എന്ന കിതാബിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പം അതിൽ തഹാഫുത്തുൽ ഫലാസിഫയിൽ ഏകദേശം 20 വിഷയങ്ങളെ പറ്റി 20 വിഷയങ്ങളെയാണ് ഫിലോസഫേഴ്സിൻ്റെ വാദങ്ങളെയാണ് ഗസാലി ഇമാം തള്ളുന്നത്. അപ്പോൾ ആ 20 വിഷയങ്ങളിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യം, ഗസാലി ഇമാം 3 വിഷയങ്ങളെ, ആ 3 വിഷയങ്ങൾ എന്നുള്ളത് എറ്റേണിറ്റി ഓഫ് ദി വേൾഡ്, നമ്മളുടെ ഭൂമി എന്നുള്ളത് ഒരു കദീമാണ് എന്ന് പറയുന്ന ഒരു വാദം, അതോടൊപ്പം ഗോഡ്സ് ഇഗ്നറൻസ്, ദൈവത്തിന് അള്ളാഹുവിന് ജുസ്ഇയായത് അറിയുകയില്ല, മറിച്ച് ഒരു യൂണിവേഴ്സൽ മാത്രമേ അറിയൂ എന്നൊരു വാദവും, അതോടൊപ്പം മൂന്നാമതായി ദി ഡിനയൽ ഓഫ് ബോഡിലി റിസറക്ഷൻ, റൂഹിയാണോ ജസദിയാണോ എന്നുള്ള വിഷയത്തിൽ റൂഹിയായിട്ടാണ് ഒരു റിസറക്ഷൻ ഉള്ളത് എന്നുള്ള ഈ 3 വാദങ്ങൾ, ഈ 3 വാദങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയം മാത്രമാണ് അദ്ദേഹം അത് കുഫ്രിലേക്ക് നയിക്കുമെന്നും എല്ലാം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു മസ്ദർ അല്ലെങ്കിൽ റീസണായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ ഇത് പൊളിച്ചു കളയുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ വളരെ കൗതുകം എന്നുള്ളത്, എപ്പോഴും പറയുന്ന റീസൻ്റെ കുത്തക എന്ന് പറയുന്ന ഇബ്നു റുഷ്ദ് പോലും ഈ അവസാനം പറഞ്ഞ 2 പോയിന്റിൽ ഇദ്ദേഹവുമായി യോജിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആദ്യത്തെ പോയിന്റിൽ ഇബ്നു റുഷ്ദ് ചിലൊരു കൗണ്ടർ പറയുന്നുണ്ട്, എങ്ങനെ നമുക്കൊരു ഇജ്മാ ഉണ്ടെന്ന് പറയാൻ സാധിക്കും, ഇബ്നു സീന പോലെയുള്ള ആളുകൾ അവിടെ മറ്റൊരു നിലപാട് എടുത്തിട്ടില്ല എന്നൊക്കെ. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഗ്രിഫൽ ഇപ്പോൾ തൻ്റെ ഒരു പഠനത്തിൽ മുന്നോട്ട് വെച്ച ഒരു പോയിന്റ് ഉണ്ട്. ശരിക്കും ഈ ഒരു 3 വിഷയം, ഇപ്പോൾ 20 എണ്ണത്തിൽ ഈ ഒരു 3 വിഷയത്തിനെ കുഫ്രായി ചിത്രീകരിക്കുന്നതിലൂടെ അവിടെ ഉണ്ടായിത്തീരുന്നത് ഓപ്പൺഡ് തിയോളജിക്കൽ ഡിസ്കോഴ്സ് ടു മെനി അതർ പൊസിഷൻസ്. ശരിക്കും അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഈ ഒരു 20 എണ്ണത്തിൽ 3 എണ്ണത്തിനെ കുഫ്രാക്കുന്നതിലൂടെ ബാക്കി 17 എണ്ണത്തിലും ഒരു സാധ്യത, ഡിബേറ്റിനുള്ള സാധ്യതകൾ അവിടെ തുറന്നിടുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. അവിടെ വേറൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ 17 കാര്യങ്ങൾ ഇദ്ദേഹം എതിർത്തത് ആ ഒരു സാധനങ്ങൾ, ആ വാദങ്ങൾ, അതിന് അതിൻ്റെതായ പ്രൂഫ് തന്നെ, ബുർഹാൻ തന്നെ തെളിയിക്കാനില്ല എന്ന ഒരു വാദത്തിൻ്റെ മേൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം ഇപ്പോൾ പല ആളുകളും ഈ 3 എണ്ണം ഇപ്പോൾ നേരെ കുഫ്രിലേക്ക് ആക്കുന്നതിനെ സ്വാഭാവികമായിട്ടും ഒരു കുഫ്രാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി അന്നത്തെ കാലഘട്ടമാണ്, അന്നത്തെ ഒരു മതകീയ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ നിലപാട് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു ഡെത്ത് പെനാൽറ്റി ലഭിക്കും. ആ ഡെത്ത് പെനാൽറ്റി ഒരു റീസണിനെതിരെയുള്ള ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് അറ്റാക്ക് എന്ന നിലയിലൊക്കെ നരേഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഗ്രിഫൽ തൻ്റെ ഈ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിലപാട് ഇത് ബാക്കിയുള്ള 17 എണ്ണത്തിലേക്കും ചർച്ചകളുടെ വാതിൽ തുറന്നിടുക, ആ രീതിയിൽ ഒരു ഗേറ്റ് കീപ്പർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന നിലയിൽ നിലകൊണ്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് ഗസാലി ഇമാമിൻ്റെ മന്തിക്കുമായ വിഷയം. അപ്പോൾ നമുക്കറിയാം അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ച അരിസ്റ്റോട്ടിലിൻ്റെ സില്ലോജിസം പോലെയുള്ള വിഷയങ്ങൾ, ലോജിക്കിൻ്റെ ബാലപാഠങ്ങൾ എന്ന് പറയുന്ന പലതും ഗസാലി ഇമാം അതിനെ പഠിക്കുകയും തൻ്റെ കാലഘട്ടത്തിലുള്ള പല ഫിലോസഫേഴ്സും യഥാവിധി അതിനെ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ട് താൻ പഠിക്കുകയും അതിനെ ഒരു ഇസ്ലാമികവൽക്കരണം നടത്തി ഇസ്ലാമിൻ്റെ രീതിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തതെന്ന് അന്നത്തെ തന്നെ ചരിത്രങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഗസാലി ഇമാം തന്നെ തൻ്റെ അൽ മുസ്തസ്ഫയിൽ പറയുന്നുണ്ട്,
ആരാണോ മന്തിക്കില്ലാത്തത് അവൻ്റെ വിശ്വാസം, അവൻ്റെ ഇൽമിൽ നമുക്ക് ഒരു ക്രെഡിബിലിറ്റി അവകാശപ്പെടാൻ പറ്റുകയില്ല എന്നുള്ള ഒരു വാദവുമെല്ലാം ഇതിൻ്റെ ഭാഗത്തിൽ ഈ ഒരു വായനയിൽ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ ഒരു വിഷയമാണ് ഗസാലി ഇമാമിൻ്റെ തന്നെ ഓട്ടോബയോഗ്രഫി. ഇപ്പോൾ അൽ മുൻകിദ് മിനൽ ളലാൽ എന്ന് പറയുന്ന ഗസാലി ഇമാം എഴുതിയ തൻ്റെ ഗ്രന്ഥം, ആ ഒരു ഗ്രന്ഥം വായിച്ച പല ഹിസ്റ്റോറിയൻസും സ്വാഭാവികമായിട്ടും ഗസാലി ഇമാമിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായി, പെട്ടെന്ന് ഒരു ക്രൈസിസ് ഉണ്ടായി എന്നും അതിൻ്റെ ഭാഗമായി തൻ്റെ ഔദ്യോഗിക ജീവിതമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സൂഫി മിസ്റ്റിക് ജീവിതത്തിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഏർലി ഗസാലി, ഒരു റാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗസാലി എന്ന നിലയിലും പിന്നീട് ഒരു ലൈറ്റ് സൂഫി എന്ന നിലയിലുമുള്ള ഒരു ബൈനറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് വസ്തുതാപരമായി തെറ്റാണ് എന്ന് ഇദ്ദേഹം സമർത്ഥിക്കുന്നത് ഗസാലി ഇമാം തന്നെ തൻ്റെ പല ലെറ്ററുകൾ, അതോടൊപ്പം ഗസാലി ഇമാമിൻ്റെ ഇബ്നു അറബിനെ പോലെയുള്ള ശിഷ്യന്മാർ, അപ്പോൾ അവരുടെയൊക്കെ ലേഖനങ്ങൾ, അവരുടെയൊക്കെ എഴുത്തുകളിൽ നിന്നൊക്കെ ഒരു സമാഹരിച്ചുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് പറയുന്നത് ഈ ഒരു ഓട്ടോബയോഗ്രഫി എന്നുള്ളത് ശരിക്കും ഒരു സ്റ്റൈലൈസ്ഡ് നെറേറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ശരിക്കുമുള്ള യഥാർത്ഥ ജീവിതം. ഇപ്പോൾ അതിൽ എടുത്തു പറയുന്ന ഒരു വിഷയമാണ് 1096 ഹീബ്രോണിൽ വെച്ച് ഗസാലി ഇമാം ഒരു ശബ്ദം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ശബ്ദത്തിൽ പ്രധാനമായും പറഞ്ഞ 3 ശബ്ദങ്ങളാണ്: ഒരു റൂളർ അല്ലെങ്കിൽ അധികാരി, ആ അധികാരിയുടെ സഹായം ഞാൻ തേടുകയില്ല, അവരിൽ നിന്ന് സമ്പത്ത് ഞാൻ ശേഖരിക്കുകയില്ല, പൊളിറ്റിക്കലായിട്ടുള്ള തർക്കങ്ങളിൽ പങ്കെടുക്കുകയില്ല എന്ന്. അപ്പോൾ ഈ ഒരു 3 വിഷയങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള, അതൊരു പൊളിറ്റിക്കൽ ആയിരുന്നു എന്നുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം എന്തുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ നിന്നും പോയി എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും അതൊരു പൊളിറ്റിക്കലായിരുന്നു, മറിച്ച് ഈ ഒരു ഫിലോസഫിയെയോ റീസണിനെയോ ഉപേക്ഷിച്ചു കൊണ്ടുള്ളതായിരുന്നില്ല എന്നുള്ള ധാരണയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേറൊരു തെളിവാണ് ഈ ഗസാലി ഇമാമിൻ്റെ ആദ്യത്തെ ബയോഗ്രഫർ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഗഫൂർ അൽ ഫാരിസി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഗസാലി ഇമാം തൻ്റെ യുവത്വ കാലഘട്ടത്തിൽ അൽ ഫർമാദിയെ പോലെയുള്ള അന്നത്തെ സൂഫി പണ്ഡിതരിൽ നിന്നും ഒരു ശിഷ്യത്വം നേടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്കെല്ലാം ഇബ്നു അറബിയൊക്കെ ഈ സൂഫിസം ഗസാലി ഇമാമിൻ്റെ തൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുത പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെയാണ് ഗസാലി ഇമാമിൻ്റെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബൈനറി, ഏർലി ഗസാലി ഒരു റാഷണൽ എന്ന നിലയിലും പിന്നീട് ഒരു സൂഫിയായി എന്ന ഒരു നരേഷൻ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഉദാഹരണം ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മളെ കോസ്മോളജി വിഷയത്തിലും കോസാലിറ്റി വിഷയത്തിലൊക്കെ ഉള്ളത്. ഇപ്പോൾ സ്കോളേഴ്സ് ആയിട്ടുള്ള റിച്ചാർഡ് ഫ്രാങ്ക്, അപ്പോൾ അദ്ദേഹം ഗസാലി ഇമാമിനെ ആവിസന്നയുടെ ഒരു ഡിറ്റർമിനിസ്റ്റ് വാദത്തിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ പറയുമ്പോൾ നേരെ വിപരീതമായിട്ട് മൈക്കൽ മർമൂർ പറഞ്ഞത് ഗസാലി ഇമാം ഒരു ട്രഡീഷണൽ അശ്അരി ഒക്കേഷണലിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് ഗ്രിഫൽ മുന്നോട്ട് വെച്ചത് ഗസാലി ഇമാം ശരിക്കും അവിടെ ഒരു സിന്തസിസ് ആയിരുന്നു, രണ്ടിൻ്റെയും ഒരു സമ്മേളനമായിരുന്നു ഗസാലി ഇമാമിൽ കണ്ടതെന്നുള്ളതാണ്. കാരണം തഹാഫുത്തിൽ തന്നെ ഗസാലി ഇമാം പറയുന്നുണ്ട് ഈ 2 വിഷയങ്ങളും നമുക്ക് ഒരു ഒക്കേഷണലിസ്റ്റിൻ്റെ നിലപാടും ഡിറ്റർമിനിസ്റ്റിൻ്റെ നിലപാടും രണ്ടും നമുക്ക് പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്ന് ഹോളിസ്റ്റിക്, ഇപ്പോൾ ഈ ഒരു വിഷയത്തിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു കോട്ടൺ ഫയർ എന്നുള്ള ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഈ ഒരു കോട്ടൺ ഫയർ എന്നുള്ള വിഷയത്തിൽ ഒരു തീ കോട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് കത്തുന്നു. അപ്പോൾ ആ ഒരു കത്തൽ ഒക്കേഷണലിസ്റ്റ് ആണെങ്കിൽ അവർ പറയും ആ ഒരു സമയത്ത് ദൈവത്തിൻ്റെ ഒരു വില്ലുണ്ടായി, ദൈവം തീരുമാനിച്ചു, അപ്പോൾ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് കത്തിയെന്ന്, ആ രീതിയിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തീയ്ക്ക് സ്വമേധയാൽ കത്തുക എന്നുള്ള പ്രവൃത്തിയില്ല അല്ലെങ്കിൽ കഴിവില്ല എന്ന് വരും. എന്നാൽ മറ്റേ ഡിറ്റർമിനിസ്റ്റുകളുടെ വാദമാണെങ്കിൽ അള്ളാഹു ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കി, തീയിനെ കത്തുക എന്നുള്ള സിസ്റ്റം ഉണ്ടാക്കി, അപ്പോൾ ഞാൻ ഏത് സ്ഥലത്തും കത്തും എന്നുള്ള. അപ്പോൾ ഇവിടെ ഒന്നുകൂടിയും നമ്മളെ ഇപ്പോൾ മേജിക് പോലെയുള്ള നമ്മളുടെ മോജിസത്ത് പോലെയുള്ള വിഷയങ്ങൾ അത് അടുത്ത സ്റ്റേജിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ മോജിസത്ത് പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെയും കൂടി നമുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് വായിക്കേണ്ടി വരും. ഇപ്പോൾ ഇബ്രാഹിം നബീനെ ഒക്കെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടൊരു സമയം, അപ്പോൾ ആ ഒരു സമയത്ത് അത് എന്തുകൊണ്ട് ഒരു ആദത്തിനെതിരായി അല്ലേ? അവിടെ ഈ ഗസാലി ഇമാം മുന്നോട്ട് വെച്ച ആ ഒരു കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ ആദ എന്നുള്ളത് ദൈവത്തിനൊരു കസ്റ്റമുണ്ട്, അല്ലെങ്കിൽ ഒരു ശൈലി, ഒരു രീതി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കോസ്
ഇപ്പോൾ തീ ഉണ്ടാകുമ്പോൾ അത് കത്തുക എന്നുള്ള രീതിയിലേക്ക് ഒരു ആദത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് സയൻസും അതിനെയും കൂടി ഉൾക്കൊള്ളിക്കുക എന്നുള്ള ആശയത്തിലാണ് ഇദ്ദേഹം ഗസാലി ഇമാം രണ്ടിൻ്റെയും മിശ്രിതമായിട്ടൊക്കെ നമ്മൾ കാണേണ്ടത് എന്ന് ഗ്രിഫൽ തൻ്റെ വായനയിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ മിറാക്കിൾസുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ശരിക്കും ഒരു നമുക്കറിയാത്തൊരു റീസണാണ്, അല്ലെങ്കിൽ അൺനോൺ റീസൺ ആണ് എന്ന ഒരു കാഴ്ചപ്പാട് കൂടി അവിടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത് ലാസ്റ്റത്തെ പോയിന്റ് തന്നെ നമ്മൾ സൂചിപ്പിക്കുന്ന അതാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് മെറ്റാഫിസിക്കൽ നെസസറി ഉണ്ട് എന്ന് പറയുന്ന, അതായത് മെറ്റാഫിസിക്കൽ കാര്യങ്ങൾ അറിയുന്നത് ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതോടൊപ്പം ഏതൊരു കാര്യവും ഇപ്പോൾ ഈ തീയെ കത്തുക എന്നുള്ള വിഷയം അതൊരു നെസസറിയായി എന്തായാലും കത്തണം എന്ന് പറയുന്നതും കത്തൽ സ്വാഭാവികമാണ്, സാധാരണയാണ് എന്ന് പറയുന്നത് രണ്ടാണ് എന്നുള്ള ഒരു വേർതിരിവ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇതിൽ ലാസ്റ്റ് ഡേവിഡ് ഹ്യൂമിനെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഇതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഗസാലി ഇമാം മുന്നോട്ട് വെച്ച തഅ്വീലിൻ്റെ രീതികൾ. ഇപ്പോൾ ഒരു വിഷയം ഒരു ബുർഹാന് അല്ലെങ്കിൽ ഒരു റെവലേഷൻ, അപ്പം അതിന് എതിരായി അല്ലെങ്കിൽ കൗണ്ടറായിട്ട് പല ലോജിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നമ്മളൊരു മെറ്റാഫറിക്കലി അല്ലെങ്കിൽ അതിനെ തഅ്വീൽ ചെയ്യണമെന്ന് പറയുകയും അതിന് വിപരീതമായി ആവശ്യമില്ലാതെ ലോജിക്ക് കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത വിഷയങ്ങളിൽ അവിടെ തഅ്വീലിന് പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു രീതി ശാസ്ത്രം അതിനെ രൂപീകരിക്കുകയാണ് ശരിക്കും ഗസാലി ഇമാം ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് ഇബ്നു റുഷ്ദും ഗസാലി ഇമാം തമ്മിലുള്ള ആ ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു മിത്ത്, ആ യുദ്ധം എന്നുള്ള മിത്ത് ശരിക്കും ഒരു ഫിലോസഫി വേഴ്സസ് റിലീജിയൻ ആയിരുന്നില്ല, മറിച്ച് ഫിലോസഫിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഡിബേറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ തമ്മിലുണ്ട ഒരു സംഘടന എന്നുള്ളത്. ഇപ്പോൾ ആ രീതിയിലേക്കാണ് തഹാഫുത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഗസാലി ഇമാമിൻ്റെ തന്നെ അൽ മുസ്തസ്ഫക്ക് സമ്മറി എഴുതുന്നത് ഈ ഇബ്നു റുഷ്ദാണ്. അതായത് പിൻകാലത്ത് വന്ന അല്ലെങ്കിൽ പിറ്റത്തെ നൂറ്റാണ്ടിലാണ് നമ്മൾ ശരിക്കും ഇബ്നു റുഷ്ദ് വരുന്നത്. അപ്പോൾ ഇബ്നു റുഷ്ദ് ഇദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിന് സമ്മറി എഴുതി എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷനിൽ നിന്നാണ്, ഫിലോസഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാം വാദിച്ചത് എന്നെല്ലാം നമുക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ ഡിബേറ്റ് ശരിക്കും ഒരു ഫിലോസഫിക്കലായിരുന്നു, അല്ലാതെ റിലീജിയൻ വേഴ്സസ് ഫിലോസഫി എന്നല്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രിഫൽ തൻ്റെ ആർട്ടിക്കിളിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി ഇപ്പോൾ ഡേവിഡ് ഹ്യൂം. അപ്പം അതിനവിടെ മെയിൻലി ഒരു 18-ാം നൂറ്റാണ്ടിലെ ഒരു സ്കോളറാണ്. അപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു വിഷയം ഇപ്പോൾ തീ എന്ന് പറയുന്നത് അത് കത്തുന്നുണ്ട് എങ്കിൽ അതൊരു ഹാബിറ്റാണ്. അത് നേരത്തെ പറഞ്ഞ ഗസാലി ഇമാമിൻ്റെ ആദയാണെന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം പറഞ്ഞത് ഒരു ഹാബിറ്റാണ് അങ്ങനെ ഉണ്ടാവല്, അത് നെസസറി ആണ്, നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, അങ്ങനെ ആവേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഡേവിഡ് ഹ്യൂം പോലും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഇടാൻ കാരണം, ഈ ഒരു വിഷയം ഒരിക്കലും റിലീജിയൻ അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ള ആ രീതിയിലേക്കല്ല, റീസണെ കൗണ്ടർ ചെയ്യുക എന്ന നിലയിലല്ല, മറിച്ച് ഫിലോസഫിക്കലായിട്ട് മറ്റുള്ള ഒരു വലിയൊരു ഡിബേറ്റാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു എന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഗ്രിഫൽ തൻ്റെ പഠനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു നാച്ചുറലൈസേഷൻ പ്രോസസ്സ് അതാണ് ശരിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ തന്നെ പല വിഷയങ്ങളിലും ലോജിക്കിൻ്റെ തത്വങ്ങൾ, ആ ഒരു തത്വങ്ങളെ ഇസ്ലാമിക വൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന ഒരു ബോധ്യമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഗ്രിഫൽ നാം ഓരോരുത്തരോടുമായി പറഞ്ഞു വെക്കുന്നത്. അപ്പം ആ രീതിയിൽ ഗസാലി ഇമാമിനെ അദ്ദേഹത്തിൻ്റെ തന്നെ ടൈറ്റിൽ പറയുന്നത് പോലെ ഒരു ഫിലോസഫിക്കൽ തിയോളജി എന്ന രീതിയിലേക്ക് ഒരു വ്യാഖ്യാനം നൽകുവാനും ആ രീതിയിൽ ഗസാലി ഇമാമിനെ സമ്പൂർണ്ണമായി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നു. വാഹിദവതി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.